മൽഹാർ ഹിന്ദി പാഠപുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ മാ കഹ് എ കഹാനി എന്ന കവിതയുടെ മലയാള വിവർത്തനമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മൈഥിലി ശരൺ ഗുപ്ത രചിച്ച മാ കഹ് എ കഹാനി എന്ന മനോഹരമായ കവിത ഗൗതമ ബുദ്ധൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ബുദ്ധൻ്റെ മകനായ രാഹുൽ തൻ്റെ അമ്മയായ യശോധരയോട് ഒരു കഥ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഓരോ വരിയുടെയും മലയാള വിവരണം ഇങ്ങനെയാണ്. കിടക്കാൻ പോകുന്ന സമയത്ത് രാഹുൽ തൻ്റെ അമ്മയുടെ അരികിൽ വന്ന് കഥ പറഞ്ഞു തരാൻ ചോദിക്കുന്നു. അമ്മേ, എനിക്കൊരു കഥ പറഞ്ഞു തരൂ. യശോധര ചിരിച്ചുകൊണ്ട്, മകനെ, നീ എന്നെ നിന്റെ മുത്തശ്ശിയായി കരുതിയോ? സാധാരണ മുത്തശ്ശിമാരല്ലേ കഥ പറഞ്ഞു കൊടുക്കാറുള്ളത്. രാഹുൽ, അമ്മേ, ഈ തോഴി എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ മുത്തശ്ശിയുടെ മകളാണെന്ന്. അതുകൊണ്ട് അമ്മയ്ക്കും ഒരുപാട് കഥകൾ അറിയാമല്ലോ. കിടന്നുകൊണ്ട് തന്നെ പറയൂ അമ്മേ, ആ കഥയിലെ നായകൻ ഒരു രാജാവായിരുന്നോ അതോ രാജ്ഞിയായിരുന്നോ? മകൻ്റെ നിർബന്ധം കണ്ട് യശോധര പറഞ്ഞു, ശരി, എൻ്റെ വാശിക്കാരനായ മകനെ, കേട്ടോളൂ. പണ്ട് നിന്റെ പിതാവ് സിദ്ധാർത്ഥൻ പുലർച്ചെ തോട്ടത്തിൽ ഉലാത്തുകയായിരുന്നു. അവിടെ പ്രകൃതിദത്തമായ സുഗന്ധം എല്ലായിടത്തും പടർന്നു നിൽക്കുകയായിരുന്നു. രാഹുൽ ചോദിച്ചു, സുഗന്ധം പടർന്ന സ്ഥലത്തോ? പറയൂ അമ്മേ, എനിക്ക് ആ കഥ തന്നെ കേൾക്കണം. അമ്മ തുടർന്നു, മഞ്ഞുതുള്ളികൾ പൂക്കളിലും ഇലകളിലും മുത്തുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇളം കാറ്റ് വീശുമ്പോൾ ജലാശയത്തിലെ വെള്ളം തിരമാലകൾ പോലെ ഇളകുന്നുണ്ടായിരുന്നു. രാഹുൽ പറഞ്ഞു, വെള്ളം ഇളകുന്നുണ്ടായിരുന്നു? അതെ അമ്മേ, ഇതാണ് എനിക്ക് കേൾക്കേണ്ട കഥ. അമ്മ തുടർന്നു, പക്ഷികൾ പാടിക്കൊണ്ടിരുന്ന ആ സുന്ദരമായ പുലരിയിൽ പെട്ടെന്നാണ് ആകാശത്ത് നിന്ന് ഒരു അരയന്നം നിലത്തു വീണത്. ഒരു വേട്ടക്കാരൻ്റെ ക്രൂരമായ അമ്പ് അതിൻ്റെ ചിറകിൽ തറച്ചിരുന്നു. രാഹുൽ സങ്കടത്തോടെ, അയ്യോ, അമ്പേറ്റോ? ഇത് വളരെ സങ്കടകരമായ കഥയാണല്ലോ അമ്മേ. പക്ഷി വീഴുന്ന ശബ്ദം കേട്ട് ഞെട്ടിയ സിദ്ധാർത്ഥൻ ഓടിച്ചെന്ന് അതിനെ കൈകളിലെടുത്തു. അദ്ദേഹത്തിൻ്റെ തലോടലിൽ പക്ഷിയുടെ വേദന കുറഞ്ഞു. എന്നാൽ അപ്പോഴാണ് അഹങ്കാരത്തോടെ ആ വേട്ടക്കാരൻ എത്തിയത്. തൻ്റെ ലക്ഷ്യം തെറ്റാതെ ആ പക്ഷിക്കു തന്നെ കൊണ്ടതിൻ്റെ അഹങ്കാരത്തോടെയാണ് അവൻ വന്നത്. രാഹുൽ പറഞ്ഞു, വേട്ടക്കാരൻ അത് ചോദിച്ചു വന്നു? ഇത് ഒരേ സമയം സ്നേഹവും ക്രൂരതയും നിറഞ്ഞ കഥയാണല്ലോ. യശോധര തുടർന്നു, വേട്ടക്കാരൻ ആ പക്ഷിയെ ആവശ്യപ്പെട്ടു. എന്നാൽ പക്ഷിയെ രക്ഷിച്ച നിന്റെ പിതാവ് അത് നൽകാൻ തയ്യാറായില്ല. പക്ഷി മാംസം കഴിക്കുന്നവനായ ആ വേട്ടക്കാരൻ പക്ഷിയെ വിട്ടുകിട്ടണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. രണ്ടുപേരും തങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് വാദിച്ചു. ഒടുവിൽ ആ പ്രശ്നം രാജസദസ്സിലെത്തി. അപ്പോൾ രാഹുൽ ചോദിച്ചു, നാടൊട്ടുക്കും ഈ വാർത്ത പരന്നോ? എങ്കിൽ കഥ ഇപ്പോൾ ചൂടുപിടിച്ചല്ലോ. യശോധര തുടർന്നു, രാഹുൽ, നീ പറയൂ, ഇതിൽ ആരുടെ ഭാഗമാണ് നീതി? ആര് ജയിക്കണം? രാഹുൽ പറയുകയാണ്, അമ്മേ, ഞാൻ വെറുമൊരു കഥ കേൾക്കുന്ന ആളല്ലേ. എങ്കിലും ഞാൻ പറയാം. ഒരാൾ ഒരു ജീവിയെ കൊല്ലാൻ നോക്കുമ്പോൾ മറ്റൊരാൾ അതിനെ രക്ഷിച്ചാൽ ആ പക്ഷി രക്ഷിച്ചവനുള്ളതല്ലേ. കൊല്ലുന്നവനേക്കാൾ എപ്പോഴും വലിയവൻ സംരക്ഷിക്കുന്നവനാണ്. നീതി എപ്പോഴും ദയയുള്ളവൻ്റെ കൂടെയായിരിക്കണം. യശോധരക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. ശരിയാണ് മകനെ, ഈ കഥയുടെ അന്തസത്ത ശരിക്കും നീ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് ഈ കവിതയുടെ സാരം. ഇതിൻ്റെ സന്ദേശം ഇതാണ്: കൊല്ലുന്നവനേക്കാൾ വലിയവനാണ് സംരക്ഷിക്കുന്നവൻ.